ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെ പ്രാവുകളെ ചിറകൊക്കെ വെട്ടാൻ പോവാണ്. ഇപ്പോൾ സീസൺ ആവാൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴേക്കൊക്കെ പ്രാവിൻ്റെ ചിറകൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ചേറുള്ളതൊക്കെ നമ്മൾ ചിറക് വെട്ടുമ്പോൾ എല്ലാം പുതിയത് വരുമ്പോൾ എല്ലാം ഫ്രഷ് ആവും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മളെ പ്രാവിൻ്റെ ചിറക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ വലിച്ചൂരുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ചിറക് കട്ട് ചെയ്യണമെന്നാണ്. എന്നാലോ ചോരത്തൂവലൊക്കെ മനസ്സിലാവും വരുന്നതൊക്കെ. അപ്പോൾ 2 ആഴ്ചക്ക് ശേഷം നമ്മൾ എന്തായാലും എല്ലാത്തിനെയും വലിച്ചൂരും. അപ്പോൾ ഇപ്പം തന്നെ മാർച്ച് എത്ര ആയിട്ടുണ്ട്. മാർച്ച് അവസാനം ആകുമ്പോഴേക്ക് എല്ലാവരെയും വലിച്ചൂരിയിട്ട് 2 മാസം ചിറക് വരാൻ വേണ്ടി കാത്തിക്കും. അപ്പോൾ നമ്മൾ പ്രാവുകളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നിനെ പിടിച്ചിട്ട് ഏതിനൊക്കെയാണ് നമ്മളെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കൂട്. ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് നമ്മൾ കൂട് വൃത്തിയാക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം വൃത്തിയാക്കാൻ നോക്കുക. അതേപോലെ താഴത്തെ കൂട്ടിലും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ കൂട്ടിൽ ഒരു കുട്ടിയായതുകൊണ്ട് അധികം വൃത്തികേടാവില്ല, എന്തായാലും വൃത്തിയാക്കലുണ്ട് ആഴ്ചയിൽ. അപ്പോൾ ഗൈസ് ഈ ജോഡി പ്രാവ് വെറുതെയാണ് അടയിരിക്കുന്നത്. ഇതുവരെ മുട്ടയൊന്നും ഇട്ടിയില്ല. അപ്പോൾ മുട്ട ഇടാതെ തന്നെ 2 എണ്ണം അടയിരിക്കലുണ്ട്. എന്താ കാരണം എന്നറിയില്ല. അതേപോലെ നമ്മളെ കൂടിൻ്റെ താഴെയും കുറച്ച് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ഇതുവരെ ക്ലീൻ ചെയ്തില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവും അലമ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സീസൺ ആകുമ്പോഴേക്ക് നമ്മളെ പ്രാവിൻ്റെ മേത്തുള്ള പെൻശല്യമൊക്കെ ഒഴിവാക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ എടുത്ത് മാറ്റും. അതേപോലെ ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായത് കൊണ്ട് ഈ കല്ലുകളും എടുത്ത് മാറ്റും. അപ്പോൾ നല്ലൊരു പണി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂല, എന്നാലും നമുക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനി കട്ട് ചെയ്യുന്ന പ്രാവുകളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ പ്രാവ്. അപ്പോൾ ഇത് നമ്മളെ ഡ്രൈവർ പ്രാവിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയാണ് നമ്മൾ പറത്തിക്കുന്നത് ഈ പ്രാവശ്യം. അതേപോലെ വേറെ പ്രാവുകളും ഉണ്ട് പറത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിനെ മാത്രമായിരിക്കില്ല വിടുക. അപ്പോൾ 2 എണ്ണം 3 എണ്ണം ഇതിൽ വിടും പ്രാവിനെ. അപ്പോൾ ഇത് നമ്മളെ ഡ്രൈവർ പ്രാവിൻ്റെ ഫസ്റ്റത്തെ കുഞ്ഞനാണ്. അപ്പോൾ ഈ കുഞ്ഞൻ വരുന്നത് ഒരു 5ാം കള്ളിയിലാണ്. ഇതുവരെ പറത്തിക്കാൻ പറ്റിയില്ല, എല്ലാടിയുടെ ശല്യമായതുകൊണ്ട് പറത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ പറത്തിക്കും. അപ്പോൾ ഗൈസ് ഈ പ്രാവശ്യം നമ്മളെ മെയിൻ പ്രാവിനെ പറത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറത്തിച്ചില്ല. അപ്പോൾ പറത്തിക്കാൻ നോക്കിയപ്പോൾ ഒലമ പോയി ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ചിറകൊക്കെ വലിച്ചൂരി പുതിയ ചിറകൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ഫ്രഷ് തൂവൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇതിനെ ഒന്ന് ജസ്റ്റ് വിടണമെന്നുണ്ട്. എന്തായാലും അടിപൊളി പ്രാവാണ്. അപ്പോൾ ഒലമ ഇരുന്ന കാരണത്തിലാണ് കട്ട് ചെയ്ത് വിട്ടത്. എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് നമ്മൾ പറത്തിച്ച് നോക്കും. കഴിഞ്ഞ പ്രാവശ്യം പറത്തിച്ച പ്രാവാണ് ഇത്. നമ്മളെ ഡ്രൈവർ പ്രാവിൻ്റെ കൂടെയൊക്കെ നല്ലോണം പറന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇതിനെ നമ്മൾ പറത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായ കുഞ്ഞനാണ്. ഇപ്പോൾ കുഞ്ഞനല്ല, ഫീമെയിലാണെന്ന് കൺഫേം ആണ്. ഇതിപ്പോൾ 10 കള്ളി തികഞ്ഞുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പ്രാവശ്യം പറത്തിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ആദ്യമേ ഇവിടെ പറത്തിച്ച് വരുന്ന ഒരു ഡ്രൈവർ പ്രാവ്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ എല്ലാ പ്രാവിനെ വിടൽ. അപ്പോൾ ഇതൊരു ഫീമെയിൽ പ്രാവാണ്. അപ്പോൾ ഇതൊരു നല്ല കണ്ണിലൊക്കെയാണ് വന്നത്. കണ്ണിന് ചുറ്റും നല്ല റിങ്ങൊക്കെ ഉണ്ട്, അത്യാവശ്യം ചേറൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന സമയമാണ്, അതുകൊണ്ട് നല്ല ചേറുണ്ട് അവിടെയും കൂടിയായിട്ട്. കറുപ്പായത് കൊണ്ട് അറിയാത്തതാണ്, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് പുതിയ തൂവലായിട്ട് ഫ്രഷ് തൂവലായിട്ട് ആക്കുന്നത്. ഈ പ്രാവശ്യം മയത്തൊക്കെ നല്ലോണം പറക്കണ്ട പ്രാവ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവിനെ കാണാം. അപ്പോൾ ഗൈസ് നേരത്തെ കാണിച്ച പ്രാവിൻ്റെ തുണയാണിത്. ഇതൊരു മെൽപ്രാവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറത്തിക്കുന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒലമേരിക്കുന്നത് കൊണ്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വലിച്ചൂരിയാണ് ചെയ്യുന്നത്. പ്രാവിനെ പറത്തിക്കുന്നില്ല, വലിച്ചൂരിയിട്ട് പുതിയ ചിറക് വന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത പ്രാവിനെ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ആദ്യമായി വാങ്ങിയ പ്രാവ്. അപ്പോൾ ഈ പ്രാവിൽ നിന്ന് നമ്മൾ കുറേ കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പറന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പറത്തിക്കുന്നൊന്നുമില്ല, എന്നാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാർച്ച് ഒരു അവസാനം ആകുമ്പോഴേക്ക് എന്തായാലും വലിച്ചു വരും, പുതിയ ചിറക് വന്നോട്ടെ. അവിടെ ഇവിടെയൊക്കെ ചേറുണ്ട്. ഇനി നമുക്ക് എല്ലാ പ്രാവിനെയും നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്രികയാണ്. അപ്പോൾ കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാതെ നിൽക്കുക, കത്രിക തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ പറയുന്നൊന്നുമില്ല, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കയറ്റി വിട്ട് തന്നെ ശ്രദ്ധിക്കുക. പുതിയ ചോരത്തൂവൽ വരുമ്പോൾ നമ്മൾ അറിയാൻ പറ്റൂല തമ്പത്തേക്കൊക്കെ കട്ട് ചെയ്താൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഉള്ളോട്ട് കട്ട് ചെയ്യാതെ വെക്കുക.
അവിടെ പ്രാവിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോരയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ വാലും ഒക്കെ കട്ട് ചെയ്യണം. അപ്പുറത്തെ ചിറകും 2 ചിറകും വാലും ഒക്കെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോ. അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ പ്രാവിനെ നമ്മൾ പറത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടയിരിക്കുകയാണ്, വെറുതെ അടയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഈ ജോഡി നമ്മൾ പൊട്ടിക്കും ഇതിൻ്റെ, എന്നിട്ട് ഈ പ്രാവശ്യം പറത്തിക്കാൻ വിടും. ഇത് ഡബിൾ കണ്ണി പ്രാവാണ് നമ്മളെ. അപ്പോൾ ഫുള്ളും കളറൊക്കെ മാറിയിട്ടുണ്ട്, മോൾട്ടിങ് സ്റ്റേജൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പുതിയ തൂവലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് വെക്കുകയാണ്, എന്നിട്ട് ചിറക് വലിച്ചൂരിയിട്ട് പുതിയ ചിറകാക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുക. നല്ല പഠിച്ചിലാണ് പ്രാവ്. അപ്പോൾ ഗൈസ് കട്ട് ചെയ്ത പ്രാവിനൊക്കെ നമ്മൾ വെള്ളത്തിൽ മുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ആ വായ്ക്കൂട്ടിലേക്ക് വെയിലുള്ള ഇടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബക്കറ്റിൽ എടുത്തിട്ട് നമ്മൾ പ്രാവിൻ്റെ ചിറകിലൊക്കെ നല്ലോണം ഒന്ന് വെള്ളം കൊണ്ട് ആക്കുക. അപ്പോൾ ചില പ്രാവിൻ്റെ മേത്ത് വെള്ളം നിൽക്കില്ല. എന്നാലും നമ്മൾ മാക്സിമം ഒക്കെ ഈ ചേറുള്ള ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പ്രാവിനെ ആ വായ്ക്കൂട്ടിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ നല്ലോണം പ്രാവിനൊക്കെ നല്ലോണം വെള്ളം കൊണ്ട് നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ അവായ്ക്കൂടിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്, സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ചിറകില്ലാത്തതുകൊണ്ട് പറക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഇടുന്നത് എങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് എല്ലാ പ്രാവിനെയും ഇതേപോലെ നനച്ചിട്ട് അവായ്ക്കൂട്ടിലേക്ക് ഇടാം. അത് കാണിച്ചിട്ട് വല്ല ബോറാക്കുന്നില്ല, ഒന്ന് സ്പീഡിൽ കാണിച്ചു പോവുക. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനെയും വായ്ക്കൂട്ടിലിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു സമയമായതുകൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ കാറ്റത്ത് പ്രാവിൻ്റെ മേത്തുള്ള വെള്ളം ഉണങ്ങിക്കോളൂ. അപ്പോൾ ഉണങ്ങാതെ ആരും കൂട്ടിലേക്കാക്കാൻ പാടില്ല, ഉണങ്ങിയതിൻ്റെ ശേഷം കൂട്ടിലേക്കാക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേരം ഇതാക്കുന്നത്. അല്ലാത്തപ്പോൾ നിങ്ങൾ വെയിലുള്ള സമയത്ത് ഇങ്ങനെ നനച്ചിട്ട് വായ്ക്കൂട്ടിലേക്ക് ഇടുക. അപ്പോൾ എന്തായാലും കുറച്ച് നേരം പോലെ നിന്നോട്ടെ അവിടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ നമ്മൾ ടെറസുമലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിറകില്ലാത്തത് കൊണ്ട് പറക്കില്ല എന്ന പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും പറക്കില്ല, ചിറകില്ലാത്തല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പുറമേക്ക് ഇട്ടുകൊണ്ട് കുറച്ചായിക്കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്നോട്ടെ. അപ്പോൾ അത്യാവശ്യം ഓല് പിന്നെ അവിടെ ഇറങ്ങിയത് കൊണ്ട് പേടിയില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഓല് കുറച്ച് നടക്കട്ടെ, എന്നിട്ട് നമുക്ക് കൂട്ടിയിലാക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ടെറസിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പ്രാവിനിപ്പോൾ ചിറകില്ലാത്തതാണ്. അപ്പോൾ കാക്ക വന്നിട്ട് കൊത്തിയിട്ട് പ്രാവിനെ ഇതാക്കൂ. അതുകൊണ്ട് അരിയെ തന്നെ നിൽക്കുക പ്രാവിൻ്റെ. അപ്പോൾ ദൂരത്ത് അവിടെ കാക്ക ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വായ്ക്കൂട്ടിലാക്കി പോകാമെന്നു. അപ്പോൾ വായ്ക്കൂട്ടിലാക്കിയിട്ട് കാര്യമല്ല, വെയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നടന്നടിച്ചോട്ടെ വിചാരിച്ച്. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ നമ്മൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒന്നാമത് ഇന്ന് നോമ്പായത് കൊണ്ട് നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാവിനൊക്കെ തീറ്റ പെട്ടെന്ന് വെച്ചെടുത്തിട്ട് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് നമുക്ക് ഉള്ളിൽ പോയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഗൈസ് നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ കഴിച്ചോളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ജോഡിനെ മാത്രമാണ് തീറ്റ കൊടുക്കുന്നത്, കുഞ്ഞുങ്ങളുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ജോഡി കുഞ്ഞുങ്ങളുള്ള പ്രാവിൻ്റെ നമ്മൾ തുറന്നു വിടും. അതോടൊപ്പം നമ്മളിപ്പോൾ ഈ പ്രാവിൻ്റെ ജോഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിലിട്ടുണ്ട്. ഇതിൻ്റെ തുണയാണിത്. അപ്പോൾ ഇവർ രണ്ടാളെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞനാണ്. ഇപ്പോൾ മഴക്കാലത്ത് ആരും ബ്രീഡിങ്ങിൽ ഇടാതെ നിൽക്കുക. മഴക്കാലത്ത് ഇടിവെട്ടുമ്പോഴൊക്കെ ചിലപ്പം മുട്ട വിരിയാതെയൊക്കെ ആവും. അതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖവും പെട്ടെന്ന് വരുന്ന മഴക്കാലത്താണ്. അപ്പോൾ ആരും മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ ഇറക്കാതെ നിൽക്കുക. മഴക്കാലത്ത് മാക്സിമം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേനൽക്കാലത്ത് കുഞ്ഞുങ്ങളെ ഇറക്കുക. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട് നോമ്പ് തുറക്കാൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള അടുത്തൊരു പാർട്ടായിട്ട് വരാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും, വലിച്ചു വീഴുന്നതായിരിക്കും നമ്മളെ പ്രാവുകളൊക്കെ. എന്നിട്ട് പ്രാവിന് സീക്കോഡും അങ്ങനത്തെ ഒക്കെ കൊടുക്കും, കുളിയൊക്കെ നല്ല തൂവലൊക്കെ വരാൻ വേണ്ടി. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.